ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ ഒരു മാങ്ങ വെച്ച് കടുമാങ്ങ ഉണ്ടാക്കി നോക്കാം. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കടുമാങ്ങ ഉണ്ടാക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിയില്ലാത്ത മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, എരിയുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിയുള്ള മുളക് പൊടി നമുക്ക് 2 സ്പൂൺ ചേർക്കാം. കാശ്മീരി ചില്ലി നമുക്ക് 1 സ്പൂൺ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ അതിൻ്റെ പച്ചമുളക് പോകുന്ന പോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വലിയ സ്പൂണിന് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് കണക്ക് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. എല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പും വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 4 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ആറാൻ വേണ്ടി വെക്കാം. ചൂടാറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ഡപ്പയിലെ മാങ്ങയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. എത്ര നാൾ വേണേലും ഇത് കേടാകാതിരിക്കും. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിക്കോണം. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങ.